ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ വെൽക്കം ടു ദ ചാനൽ. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു അമ്പലമാണ്. ബാംഗ്ലൂരിലും അങ്ങനത്തെ ഒരു അമ്പലമോ എന്ന് നിങ്ങൾക്കൊരു സംശയം കാണും അല്ലേ? കാരണം ബാംഗ്ലൂരിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ഇവിടെ ഒരു ചരിത്ര സ്മാരകങ്ങളില്ലാത്തൊരു നഗരമാണ് ബാംഗ്ലൂർ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ബാംഗ്ലൂരിലുമുണ്ട് ഒരു പഴക്കം ചെന്ന അമ്പലം. വളരെയധികം പഴക്കം ചെന്ന ഒരു അമ്പലം. അതെ, ഒരു 1500 വർഷം പഴക്കമുള്ളൊരു അമ്പലം അൾസൂറിലുണ്ട്. അൾസൂർ ലേക്കിനടുത്തായിട്ടാണ് ഈ അമ്പലം ഉള്ളത്. ശ്രീ സോമേശ്വര ടെമ്പിൾ, അതാണ് ഈ അമ്പലം. അപ്പോൾ ഇതാണ് ബാംഗ്ലൂരിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരമ്പലമായ ശ്രീ സോമേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതൊരു പഴയ ഒരു തമിഴ് സ്റ്റൈലിലുള്ള ഒരു അമ്പലം തന്നെയാണ് അല്ലേ. ഒരു വലിയ ഗോപുരമൊക്കെ ആയിട്ട് നോക്കി, എത്ര വലിയ ഗോപുരമാണ്, നല്ല സ്റ്റൈലായിട്ട്. ഇപ്പോൾ കുറച്ച് കളറൊക്കെ അടിച്ച് കുറച്ച് കളർഫുൾ ആക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും നല്ലൊരു പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു അമ്പലം തന്നെയാണ്, പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു ഗോപുരം തന്നെയാണ് ഇതിൻ്റെ എൻട്രൻസിലുള്ളത്. ഒരു 1500 വർഷമെങ്കിലും പഴക്കമുണ്ടാകും എന്നാണ് ഇതിൻ്റെ ഒരു ചരിത്രം പറയുന്നത്. ചരിത്രം പല രീതിയിലും ഉണ്ടല്ലോ. ഒരു ചരിത്രം എന്ന് പറയുന്നത് ചോള സാമ്രാജ്യത്തിൻ്റെ സമയത്താണ് ഈ അമ്പലം ഉണ്ടാക്കിയതെന്നാണ് ഒരു ചരിത്രം പറയുന്നത്. അതിനുശേഷം വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ, അതായത് കെമ്പഗൗഡ പോലുള്ള രാജാക്കന്മാർ ഇതിനെ ഒന്ന് പരിഷ്കരിച്ചെടുത്തു എന്ന് ഒരു ചരിത്രം പറയുന്നു. അതല്ല, ഇത് ശരിക്കും പണിയുന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ തന്നെയാണ് എന്നും മറ്റൊരു ചരിത്രമുണ്ട്. അപ്പോൾ സോമേശ്വര എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിവിടെ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. പലപ്പോഴും നമ്മളൊരു ചരിത്ര സ്മാരകത്തിലോ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ എന്തെങ്കിലും എഴുതി വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മാന്തുക, പറിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ ചരിത്ര നിർമ്മിതികളും ചരിത്ര സ്മാരകങ്ങളും അതുപോലെ പരിപാലിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്. അപ്പോൾ നഗരത്തിലെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് ചരിത്രവും ഭക്തിയും ഒന്നിപ്പിച്ച് കുറച്ചു നേരം സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ ശ്രീ സോമേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതിനകത്തുമുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു നന്ദിയുടെ ഏറ്റവും വലിയൊരു ശില്പം തന്നെയാണ്. ഇതിപ്പോൾ ഒരു ഗോൾഡ് പ്ലേറ്റിൽ പൊതിഞ്ഞ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.